1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ ബൈപ്പാസ് ഇരകൾ നിരാഹാര സമരം തുടങ്ങി. നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെയാണ് 3 ദിവസങ്ങളിലായി നിരാഹാര സമരം നടത്തുന്നത്. നിലമ്പൂർ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിന് മുന്നിലാണ് നിരാഹാര സമരം ആരംഭിച്ചത്. ഫാദർ ജോൺസൺ തേക്കടിയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. വിചാരിച്ചുകൊണ്ട് കാത്തിരുന്ന് അതൊന്നും നടക്കാതെ നിരാശ പൂണ്ടുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏതൊരു നാടിന്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ്. ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽപ്പെട്ടൊരു കാര്യമാണ്. പ്രിയപ്പെട്ട ആർ കെ മലയത്ത് സാറ് ഒരു രാജാവിന്റെ കഥ പറഞ്ഞു. ആ രാജാവിന്റെ കഥ നമ്മളെയൊക്കെ സ്പർശിച്ചു. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാജഭരണമൊക്കെ ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ ഒരു ചപ്പാത്തി ചുടുന്നത് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തവരൊക്കെ രാജഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ളത് ആ കഥയിലൂടെ, ആ സംഭവത്തിലൂടെ നമ്മൾ ഓർക്കുകയുണ്ടായി. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരമി മുഖ്യാതിഥിയായിരുന്നു. മജീഷ്യൻ ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു. കെ പി ഉമ്മർ, നസീറ ആറാട്ടുതൊടി, കെ ആർ സി നിലമ്പൂർ, ജെയിംസ് മയ്യന്താനി, അഹമ്മദ് കുട്ടി കാപ്പിൽ, എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത്. 1996-ലാണ് അന്നത്തെ UDF സർക്കാർ ഭൂവുടമകളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത്. തുടർന്ന് വന്ന LDF UDF സർക്കാരുകൾ ഭൂമി വിട്ടു നൽകിയവരിൽ 257ഓളം പേർക്ക് ഇനിയും നഷ്ടപരിഹാരം നൽകാൻ ഫണ്ട് മാറ്റിവെച്ചില്ല. നിലവിൽ ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള സ്ഥലമുടമകൾക്ക് മാത്രമാണ് പണം നൽകിയത്. നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് 31 വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂവുടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ബൈപ്പാസ് ഇരകൾ 3 ദിവസം നിരാഹാര സമരം നടത്താൻ നിർബന്ധിതരായത്. 257 കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത്. 48 വീടുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണം. ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല. നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് നിരാഹാര സമരം നടത്തുന്നത്. ഒരു നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ബൈപ്പാസ് ഇരകളുടെ തീരുമാനം. 2016-ൽ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് PV അൻവർ വിജയിച്ചത്. 2021-ൽ വീണ്ടും വിജയിച്ചെങ്കിലും നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിൽ വിജയിച്ചില്ല. നാടിന്റെ വികസനത്തിന് സ്വന്തം കിടപ്പാടം വിട്ടു നൽകിയവരാണ് ഇന്ന് തങ്ങളുടെ ഭൂമിയുടെ വിലക്കായി പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തേണ്ട ഗതികേടിലായത്. തങ്ങളുടെ സമരവേദിയിലേക്ക് ഇവർ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിട്ടില്ലെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.